ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് പ്രണയിച്ച് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അലൻ എന്ന പയ്യൻ പവി എന്ന പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാവുകയാണ്. രണ്ടുപേരുടെയും വിവാഹവും നല്ല രീതിക്ക് കഴിയുന്നു. എന്നാൽ വിവാഹം കഴിഞ്ഞ് പയ്യന്റെ വീട്ടിലേക്ക് പോകുവാനായി ഇറങ്ങുന്ന അതേ സമയം തന്നെ പവി ഓഡിറ്റോറിയത്തിൽ നിന്നും ഓടിപ്പോകുന്നു. അവൾ എവിടേക്കാണ് പോകുന്നത്? എന്താണ് അവൾക്ക് സംഭവിച്ചത്? അതിനു പിന്നിൽ വേറെ വല്ല കാര്യവുമുണ്ടോ? നാട്ടുകാരൊക്കെ പയ്യന്റെ പ്രശ്നമാണെന്ന് പറയുവാനായും തുടങ്ങി. എന്താണ് യഥാർത്ഥ കാരണമെന്നറിയണ്ടേ? എങ്കിൽ നമുക്ക് പ്യാർ പ്രേമ കാതൽ എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്തേക്കാനും മറക്കരുതേ. കഥ ആരംഭിക്കുന്നത് നായികയെ പവിയെ കാണിച്ചുകൊണ്ടാണ്. പവിക്ക് തന്റെ കുടുംബം എന്ന് വെച്ചാൽ ജീവന. അവർക്ക് വേണ്ടിയിട്ട് എന്തും പവി ചെയ്യും. പവിയുടെ വീട്ടില് അച്ഛനമ്മ മുത്തശ്ശനൊക്കെയാണുള്ളത്. മുത്തശ്ശന് സുഖമില്ലാത്ത ആളാ. മുത്തശ്ശന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് പവിയാണ്. മാത്രവുമല്ല വീട്ടുകാരെയൊക്കെ അവൾ ഒരുപാട് കെയർ ചെയ്യുന്നു. അച്ഛന് ഷുഗർ ഉള്ളത് കൊണ്ട് തന്നെ അച്ഛന് ടാബ്ലറ്റ് എടുത്തു കൊടുക്കുക, അച്ഛന്റെ കാര്യങ്ങളൊക്കെ നോക്കുക, ഇതെല്ലാം ചെയ്യുന്നത് പവിയ. അമ്മയും അവൾ ഒരുപാട് സഹായിക്കുന്നു. നീ ഇനി വിവാഹം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഞങ്ങളെ ആരാ ഇങ്ങനെ നോക്കാൻ? വിവാഹം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ആ വീട്ടിൽ ചെന്ന എല്ലാവരെയും ഇതുപോലെ നോക്കണമെന്നും അമ്മ പവിയോട് പറയുന്നു. പവിക്കാണെങ്കിലോ വിവാഹത്തിനോടൊന്നും താല്പര്യമേ ഇല്ല. അവളാണെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്ത് സോഷ്യൽ മീഡിയ വഴിയാണ് അവൾ കാശുണ്ടാക്കുന്നതും. അങ്ങനെ പവിയുടെ ജീവിതം നല്ല രീതിക്ക് മുന്നോട്ട് പോവുകയാണ്. മറ്റൊരു വശത്ത് നായകനായ അലനെ കാണിക്കുന്നു. അലൻ ഇപ്പോൾ ഉള്ളത് ദുബായിലാണ്. ദുബായിൽ അവൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുക. അവനിപ്പോൾ ചെയ്യുന്ന ജോലി ഒട്ടും ഇഷ്ടമേയല്ല. എങ്ങനെയെങ്കിലും മതിയാക്കി നാട്ടിൽ വരണം, ഇത് മാത്രമായിരുന്നു അലന്റെ മനസ്സില്. നാട്ടിൽ വന്ന് ഒരു പെൺകുട്ടിയെ പ്രണയിക്കുക, അവളെ വിവാഹം കഴിക്കുക, അതായിരുന്നു അലന്റെ സ്വപ്നം. എന്നാൽ അലനാണെങ്കിലോ അവന്റെ അച്ഛന് വല്ലാത്ത പേടിയാണ്. അച്ഛനെ പേടിച്ച് തന്നെയാണ് ഇപ്പോഴും അവൻ ദുബായിൽ നിൽക്കുന്നത്. പക്ഷേ ഒരു ദിവസം അലന്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നു. എന്തെന്നാൽ അലൻ മദ്യപിച്ചുകൊണ്ട് ഓഫീസിൽ ചെന്നതുകൊണ്ട് തന്നെ അലനെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുകയാണ്. ഈ ഒരു വിവരം അച്ഛനെയും അമ്മയും അറിയിക്കുന്നു. അച്ഛനമ്മനെ ഒരുപാട് വഴക്ക് പറയും. ഒരു കാര്യം ചെയ്, നീ ദുബായിലുള്ള വേറെ ഏതെങ്കിലും കമ്പനിയിൽ കയറുവാനായിട്ട് അച്ഛൻ പറയുമ്പോൾ അതൊന്നും നടക്കില്ല. എന്റെ ഇവിടുത്തെ പെർമിറ്റേ ക്യാൻസൽ ചെയ്തു. ഇനി നാട്ടിലേക്ക് വരാനേ കഴിയൂ എന്ന് അലൻ പറയുന്നു. അച്ഛനവനെ ഒരുപാട് വഴക്ക് പറയും. കഷ്ടപ്പെട്ട് നിന്നെ ദുബായിൽ പറഞ്ഞു വിട്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണോ നീ അവിടെ പോയതെന്ന് ചോദിച്ച് അച്ഛനവനെ ഒരുപാട് വഴക്ക് പറയും. എന്നാൽ അമ്മയാണെങ്കിൽ അലനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. നീ നാട്ടിലേക്ക് വാ, നമുക്ക് നോക്കാമെന്നൊക്കെ അമ്മ പറയുന്നു. ഈ അലനാണെങ്കിലോ അച്ഛനേക്കാൾ ഏറ്റവും ഇഷ്ടം അമ്മയാണ്. അച്ഛനെ വല്ലാത്ത പേടിയാ. അങ്ങനെ അലനാണെങ്കിൽ നാട്ടിലേക്ക് എത്തും. ഉണ്ടായിരുന്ന ജോലിയും കളഞ്ഞിട്ട് വന്ന അലനോട് അച്ഛന് നല്ല ദേഷ്യമാ. ഇവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല. ഇവനെ വേഗം ഒരു പെണ്ണ് കെട്ടിക്കണമെന്നും അച്ഛൻ ചിന്തിക്കുന്നു. പക്ഷേ ജോലിയും കൂലിയും ഇല്ലാതെ നടക്കുന്ന അലന് ആര് പെണ്ണ് കൊടുക്കാനാ? എന്നാലും അതൊന്നും ചിന്തിക്കാതെ അച്ഛൻ അലന് വേണ്ടിയിട്ട് പെണ്ണന്വേഷിക്കുവാനായും ആരംഭിക്കുന്നു. ഒരുപാട് പെൺകുട്ടികളെ നോക്കി അവസാനം ഒരു പെൺകുട്ടി സെറ്റാവുകയാണ്. അവളുടെ നമ്പറും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നു. ആ ഒരു നമ്പർ കൊണ്ടുവന്ന് അലനെ ഏൽപ്പിച്ചിട്ട്, ദേ നിനക്ക് വേണ്ടിയിട്ട് കണ്ടുപിടിച്ച പെൺകുട്ടിയുടെ നമ്പരായത്. എങ്ങനെയെങ്കിലും ആ പെൺകുട്ടിയെ വിളിച്ച് സംസാരിച്ച് കല്യാണത്തിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുവാനായിട്ടും അച്ഛൻ പറയുന്നു. സത്യത്തിൽ അലന് പ്രണയിച്ച് വിവാഹം കഴിക്കാനാണ് താല്പര്യം. അലൻ അച്ഛനെ പേടിയായതുകൊണ്ട് തന്നെ അച്ഛൻ പറയുന്നത് അവൻ എതിർക്കില്ല. കിട്ടിയ നമ്പറിലേക്ക് അവൻ മെസ്സേജ് അയക്കുന്നു. പെൺകുട്ടിയുമായിട്ട് പരിചയത്തിലാവുകയാണ്. നമുക്ക് നാളെ മീറ്റ് ചെയ്യാം, കോഫി ഷോപ്പിൽ വെച്ച് കണ്ടുമുട്ടാമെന്ന് പറഞ്ഞ് കോഫി ഷോപ്പിന്റെ പേരും പറഞ്ഞു കൊടുക്കുന്നു. ആദ്യമായിട്ടല്ലേ എന്നെ കാണാൻ പോകുന്നതെന്ന് അലനോട് പെൺകുട്ടി ചോദിക്കും. ഫോട്ടോ അയച്ചു തരുവാനായിട്ട് പറയുമ്പോഴോ അതില്ല, ഞാനൊരു പർപ്പിൾ കളർ ചുരിദാറാണ് ഇട്ടുകൊണ്ട് വരുന്നത് എന്നുള്ള ക്ലൂ മാത്രമാണ് അവൾ കൊടുത്തിരുന്നതും. ആ ചുരിദാറിന്റെ ഫോട്ടോയും അവൾ അയച്ചു കൊടുക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം തന്നെ പെൺകുട്ടിയെ കാണാമെന്ന എക്സൈറ്റ്മെന്റിൽ അവൻ കോഫി ഷോപ്പിലേക്ക് എത്തുന്നു. അവിടുത്തെ പർപ്പിൾ കളർ ചുരിദാറിട്ടൊരു പെൺകുട്ടി ഇരിക്കുകയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ പവി തന്നെയായിരുന്നു. പവിക്കടുത്തേക്ക് വരുന്ന അലൻ അവളെ പരിചയപ്പെടുകയാണ്. അലൻ ആദ്യ കാഴ്ചയിൽ തന്നെ പവിയെ ഒരുപാട് ഇഷ്ടമാകുന്നു. കൊള്ളാലോ, എന്റെ അച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് കണ്ടുപിടിച്ചത് ഇത്രയും സുന്ദരിയൊരു പെൺകുട്ടിയായിരുന്നോ? എന്റെ അച്ഛന്റെ ഒരു കാര്യമെന്നൊക്കെ അലൻ ചിന്തിക്കുന്നു. അതേ സമയമായിരുന്നു പർപ്പിൾ ചുരിദാറിട്ട് മറ്റൊരു പെൺകുട്ടി അലനടുത്തേക്ക് വരുന്നത്. സോറി, ലേറ്റായി പോയി, ട്രാഫിക് ആയിരുന്നു എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി അലനോട് സംസാരിക്കുന്നു. അപ്പോഴാണ് തനിക്ക് ആള് മാറിപ്പോയതാണെന്ന് അലന് മനസ്സിലായത്. രണ്ടുപേരും ഒരേ കളർ ചുരിദാർ ആയതുകൊണ്ട് തന്നെ അലൻ ആള് മാറിപ്പോയതാണ്. അങ്ങനെ അവൻ സോറി പറഞ്ഞിട്ട് രണ്ടാമത് വന്ന പെൺകുട്ടിയോടൊപ്പം അവൻ കോഫി കുടിക്കുവാനായും പോകുന്നു. പക്ഷേ അപ്പോഴും അലന്റെ മനസ്സിൽ പവിയായിരുന്നു. ഈ പെൺകുട്ടി സംസാരിക്കുന്നതൊന്നും അലൻ ശ്രദ്ധിക്കുന്നതേയില്ല. അലൻ എങ്ങനെയെങ്കിലും അവളെ ഒഴിവാക്കണം. അതിനു വേണ്ടിയിട്ട് അലൻ അവൻ ടോക്സിക് ആണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നു. നീ എന്നെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നോക്കണം. നിനക്ക് ജോലിക്ക്
പോവാൻ പറ്റില്ല, നിനക്കൊരു ഫ്രീഡവും കാണില്ല എന്നുള്ള രീതിയിലൊക്കെ അവൻ സംസാരിക്കുന്നു. എന്നിട്ട് അവസാനം ആ പെൺകുട്ടിയെ വെറുപ്പിച്ചാണ് അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. അവൻ എങ്ങനെയെങ്കിലും പവിയെ വളച്ചെടുക്കണം. അവന്റെ ഹൃദയം മുഴുവൻ പവിയിലായിപ്പോയി എന്ന് തന്നെ പറയാം. ആ പെൺകുട്ടി ദേഷ്യപ്പെട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ അലൻ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ ദേ ഇന്റർനെറ്റിൽ മുഴുവൻ അലനെക്കുറിച്ചുള്ള സംസാരം. കാരണം പവിയുടെ ഒരു വീഡിയോ വൈറലാവുകയാണ്. നിങ്ങൾക്ക് ഞാനൊരു റെഡ് ഫ്ലാഗിന്റെ ഫോട്ടോ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പവിയുടെ ഫോട്ടോ കാണിക്കുന്നു. എന്നിട്ട് അവനാണെങ്കിലോ ആ പെൺകുട്ടിക്കൊപ്പം കോഫി ഷോപ്പിലിരുന്നപ്പോൾ സംസാരിച്ച കാര്യങ്ങളെല്ലാം അവൾ റെക്കോർഡ് ചെയ്തിരുന്നു. അതെല്ലാം അവളിപ്പോൾ അവളുടെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുകയാണ്. ദേ ഇതാ ഞാൻ പറഞ്ഞ ആ റെഡ് ഫ്ലാഗ് പയ്യൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അലനെ പരിചയപ്പെടുത്തിയത്. അലൻ പറയുന്നതോ, ഞാനൊരു ടോക്സിക് ആണ്, ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നീ കേൾക്കണം, എന്റെ വീട്ടിലെ അടുക്കളപ്പണി ചെയ്യണം, ഞാൻ പറയുന്നത് എന്ത് നീ അനുസരിക്കണം, നിനക്ക് പുറത്തു പോകാനുള്ള ഫ്രീഡം പോലും കാണില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് അവൻ സംസാരിച്ചത്. സത്യത്തിൽ ആ പെൺകുട്ടിയെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ മനഃപൂർവ്വം പറഞ്ഞതാ. ആ ഒരു കാര്യമൊന്നും പവിക്കറിയത്തില്ലല്ലോ. പവി ആ വീഡിയോ എടുത്ത് തന്റെ സോഷ്യൽ മീഡിയയിൽ അങ്ങ് പോസ്റ്റ് ചെയ്തു. അലൻ അതോടുകൂടി വൈറലാവുകയാണ്. അലനെ കുറിച്ച് പലരും പല രീതിയിൽ ചർച്ച ചെയ്യുവാനായും ആരംഭിക്കുന്നു. അതോടുകൂടി അലന് വേണ്ടിയിട്ട് അച്ഛൻ കണ്ടെത്തിയിരുന്ന പെൺകുട്ടിയുടെ വീട്ടുകാർ അലനെ റിജക്റ്റ് ചെയ്യുന്നു. അത് അലന് വല്ലാതെ ഷെയിമായി പോവുകയാണ്. കാരണം അലൻ അവളെ റിജക്റ്റ് ചെയ്യാനായിട്ട് ഇരുന്നതാ. എന്നാൽ അവൾ റിജക്റ്റ് ചെയ്തതുകൊണ്ട് അലന് വല്ലാതെ ദേഷ്യം വരുന്നു. എങ്ങനെയെങ്കിലും പവിയെ കണ്ടുപിടിക്കണം, പവിക്കിട്ട് നല്ല പണി കൊടുക്കണമെന്നും അലൻ തീരുമാനിക്കുന്നു. അതേ സമയമായിരുന്നു പവി തന്റെ ഇൻസ്റ്റഗ്രാമിൽ ലൈവ് വരുന്നത്. ഹലോ ഗൈസ്, ഞാൻ ദേ അടുത്തുള്ളൊരു ഷോപ്പിംഗ് മാളിലുണ്ട്, അവിടെ ഞാൻ ഷോപ്പിങ്ങിന് എത്തിയിരിക്കുക, ഇവിടുത്തെ പ്രോഡക്റ്റ് എല്ലാം നല്ലതാണെന്നൊക്കെയുള്ള രീതിയിൽ ലൈവിലൂടെ പ്രൊമോഷനും ചെയ്യുന്നുണ്ട്. അതെല്ലാം കാണുന്ന അലന്, ഏ ഇവൾ വന്നിരിക്കുന്നത് എന്റെ വീടിനടുത്തുള്ള ഷോപ്പിംഗ് മാളിലാണല്ലോ, അവിടേക്ക് പോകാം, അവളെ പിടികൂടാമെന്നും അലൻ കരുതുന്നു. അലൻ ഉടനെ തന്നെ പവിയുള്ള ഷോപ്പിംഗ് മാളിലേക്ക് എത്തുകയാണ്. അവിടെ വെച്ച് പവി അലനെ കാണും. അയ്യോ, ആ റെഡ് ഫ്ലാഗ് എന്റെ പിന്നാലെയാണല്ലോ വരുന്നതെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുവാനായി ശ്രമിക്കും. എന്നാൽ ഒരു സ്ഥലത്ത് വെച്ച് അലൻ പവിയെ ലോക്ക് ചെയ്യുകയാണ്. പവി ഉടനെ തന്നെ തന്റെ കയ്യിലിരുന്ന ഫോൺ എടുത്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ ലൈവ് പോകുന്നു. ദേ ഗൈസ് നോക്കി, ആ റെഡ് ഫ്ലാഗ് എന്നെ ഫോളോ ചെയ്യുക, ഇവൻ എന്താണ് വേണ്ടതെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് അവൾ ലൈവ് വരുന്നു. ഓ, നീ ഇൻസ്റ്റഗ്രാമിൽ ലൈവ് പോവുകയാണോ? എങ്കിൽ കേട്ടോ, എനിക്കും കുറച്ച് പറയാനുണ്ടെന്ന് പറഞ്ഞ് അലൻ കുറച്ച് കാര്യങ്ങൾ പറയുവാനായും ആരംഭിച്ചു. എനിക്ക് എന്റെ അച്ഛനെ വല്ലാത്ത പേടിയായിരുന്നു. അച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചു. അച്ഛനെ എതിർക്കുവാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല. എനിക്കാണെങ്കിൽ പ്രണയിച്ച് വിവാഹം കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം. അച്ഛനോടുള്ള പേടി കാരണം ഞാനത് എതിർത്തതുമില്ല. അച്ഛൻ പറഞ്ഞ പെൺകുട്ടിയെ കാണുവാൻ വേണ്ടിയിട്ട് ഞാൻ കോഫി ഷോപ്പിൽ വന്നു. എന്നാൽ അവിടെ വെച്ച് അവൾ പറഞ്ഞ അതേ കളർ ചുരിദാറിട്ടിരിക്കുന്ന പവിയെ കണ്ടു. പവിയെ കണ്ടപ്പോൾ ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എന്റെ അച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് നല്ലൊരു പെൺകുട്ടിയെ തന്നെയാണല്ലോ കണ്ടുപിടിച്ചതെന്ന് ഞാൻ അങ്ങ് കരുതി. അവളുമായിട്ട് സംസാരിച്ച് പരിചയപ്പെട്ടിരിക്കുന്ന സമയത്താണ് എന്റെ അച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് കണ്ടുവച്ചിരുന്ന പെൺകുട്ടി വന്നത്. പക്ഷെ അപ്പോഴേക്കും എന്റെ മനസ്സിൽ പവിയോട് പ്രണയം തോന്നിയിരുന്നു. എങ്ങനെയെങ്കിലും എന്റെ അച്ഛൻ കണ്ടുപിടിച്ച പെൺകുട്ടിയെ എനിക്ക് ഒഴിവാക്കി വിടണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അല്ലാതെ ഞാനൊരു റെഡ് ഫ്ലാഗ് ഒന്നുമല്ല. പവി വിചാരിച്ചാൽ എന്നെ ഗ്രീൻ ഫ്ലാഗ് ആക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അവൻ പറഞ്ഞ വാക്കുകളെല്ലാം പവിയുടെ ഹൃദയത്തിൽ തന്നെ കൊണ്ടു. പവി അവൻ പ്രപ്പോസ് ചെയ്ത രീതിയെല്ലാം പവിക്ക് ഒരുപാട് ഇഷ്ടമായി. അവൾക്ക് അവനോട് പ്രണയം തോന്നി തുടങ്ങുകയാണ്. എന്നാൽ മുൻപേ അറിയാത്ത ആളുമായിട്ട് എങ്ങനെയാ പെട്ടെന്ന് പ്രണയമാകുന്നത്, വിവാഹം കഴിക്കുന്നത്? അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊന്ന് പരിചയപ്പെടാം, കുറച്ചുനാള് നമുക്ക് ഒരുമിച്ച് ചിലവഴിച്ചു നോക്കാം, സെറ്റ് ആവുകയാണെങ്കിൽ വിവാഹം കഴിക്കാമെന്നും പവി അലനോട് പറയുന്നു. അലനും അങ്ങനെ ഓക്കെ പറയുകയാണ്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം രണ്ടുപേരും ഒരുമിച്ച് കറങ്ങാൻ പോവുക, സിനിമയ്ക്ക് പോവുക, ബീച്ചിൽ പോവുക, ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അവസാനം അവർ പരിചയപ്പെട്ട് അവരുടെ പ്രണയവും വളർന്നു വളർന്ന് അത് വീട് വരെ എത്തുകയാണ്. അലൻ പവിയെ തന്റെ വീട്ടിലേക്കും കൊണ്ടുവരുന്നു. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് അലന്റെ വീട്ടുകാർ കാണുകയാണ്. അത് കണ്ട് വീട്ടുകാർ ഷോക്കായി പോകുന്നു. എന്താ ഇവിടെ നടക്കുന്നത്? പകൽ സമയത്ത് പകിട കളിയോ എന്നുള്ള രീതിയിലൊക്കെയാണ് വീട്ടുകാർ നിൽക്കുന്നത്. വീട്ടുകാരെല്ലാവരും കൂടി ആലോചിച്ച് ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല, രണ്ടിനെ പിടിച്ച് കെട്ടിക്കാമെന്നും തീരുമാനിക്കുന്നു. അങ്ങനെ രണ്ട് വീട്ടുകാരുമായിട്ടും സംസാരിക്കുകയാണ്. അലനും പവിക്കും വിവാഹം കഴിക്കുന്നതിനും സമ്മതമായിരുന്നു. രണ്ടുപേരുടെയും വിവാഹവും ഉറപ്പിക്കുകയാണ്. ഏകദേശം വിവാഹ ദിവസം എത്തി. ഈ കല്യാണം കഴിക്കാൻ പോകുന്നവരൊക്കെ പരസ്പരം ഒരു കാര്യം ചോദിക്കുമല്ലോ, മുൻപ് വല്ല കാമുകിയോ കാമുകനോ ഉണ്ടായിരുന്നോ എന്നൊക്കെ. അതുപോലെ തന്നെ അലനോട് പവി, ബേബി, നിനക്ക് മുൻപ് വല്ല കാമുകിയുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ
ആ ഉണ്ടായിരുന്നു, സ്കൂൾ ടൈമില്. പക്ഷെ ഇത് ബ്രേക്കപ്പ് ആയി പോയെന്നും അലൻ പറയുന്നു. നിനക്ക് വല്ല കാമുകനും ഉണ്ടായിരുന്നോ എന്ന് അലൻ പവിയോട് ചോദിക്കുമ്പോൾ, ആ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇയറിലൊന്ന്, സെക്കൻഡ് ഇയറിലൊന്ന്, തേർഡ് ഇയറിലൊന്ന്, ഇങ്ങനെ അത് നീണ്ടുപോയിക്കൊണ്ടേയിരുന്നു. അത് കേൾക്കുന്ന അലൻ വല്ലാതെ ഷോക്കായി പോവുകയാണ്. കല്യാണം കഴിക്കാൻ പോകുന്നതിന്റെ തലേ ദിവസമാണോ ഇവളീ ലിസ്റ്റൊക്കെ നിരത്തുന്നതെന്ന് അലൻ ചിന്തിക്കുന്നു. ആ, എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. പാസ്റ്റ് ഒന്നും ഞാൻ നോക്കുന്നില്ല എന്ന് അലൻ പവിയോട് മറുപടി പറയും. അങ്ങനെ രണ്ടുപേരുടെയും വിവാഹം മംഗളകരമായിട്ട് നടക്കുന്നു. വീട്ടുകാർക്കൊക്കെ ഒരുപാട് സന്തോഷമാവുകയാണ്. കല്യാണം കഴിഞ്ഞ് പെണ്ണ് പയ്യന്റെ വീട്ടിലേക്കാണല്ലോ പോകേണ്ടത്. പക്ഷേ പവിക്ക് വിവാഹം കഴിഞ്ഞിറങ്ങിയതും മനസ്സിന് എന്തോ പോലെ. അവൾക്ക് പയ്യന്റെ വീട്ടിലേക്ക് പോകുവാനേ തോന്നുന്നില്ല. അയ്യോ, ഇനി മുതൽ ഞാൻ വേറൊരു വീട്ടിലാണല്ലോ എന്ന് പവി ചിന്തിക്കുന്നു. ഉടനെ തന്നെ പവി തന്റെ സാരിയും പൊക്കിക്കൊണ്ട് ഒരൊറ്റ ഓട്ടം. പെൺകുട്ടി ഓടിപ്പോകുന്നത് കണ്ട് എല്ലാവരും ഷോക്കായി നിൽക്കുകയാണ്. ഇവളെന്താ ഇങ്ങനെ ഓടിപ്പോകുന്നെന്ന് എല്ലാവരും ചിന്തിക്കുന്നു. ഓരോരുത്തരും ഓരോന്ന് പറയുവാനായി തുടങ്ങി. കല്യാണം കഴിഞ്ഞ ഉടനെ പെൺകുട്ടി അങ്ങനെ ഓടിപ്പോകണമെങ്കിൽ പയ്യന്റെ സൈഡിൽ എന്തോ കുഴപ്പമുണ്ടെന്നൊക്കെ ആളുകൾ അതും ഇതും പറയുകയാണ്. എന്നാൽ അതൊന്നും കേൾക്കാതെ പവിയുടെ പിന്നാലെ പോവുകയാണ് അലൻ. പവി, നീ വീട്ടിലേക്ക് വാ, എന്തിനാ ഇങ്ങനെ ഓടിപ്പോകുന്നതെന്നൊക്കെ അലൻ ചോദിക്കുന്നുണ്ട്. എന്നാൽ പവിയാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലിരിക്കുന്നു. എടാ, മിക്കവാറും അവൾക്ക് 3 കാമുകന്മാരുണ്ടെന്നല്ലേ പറഞ്ഞ. ഇവന്മാരുടെ ആരുടെയെങ്കിലും അടുത്തേക്കായിരിക്കും അവൾ പോകുന്നെന്ന് കൂട്ടുകാരൻ എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. പക്ഷേ അതൊന്നും കേൾക്കാതെ അലൻ, പവി വാ പവി, നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് അലൻ പറയുമ്പോൾ അപ്പോഴാണ് പവി തന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം അലനോട് പറയുന്നത്. നമ്മൾ താലി കെട്ടുന്ന സമയത്ത് നിന്റെ ഇടതുവശത്ത് നിന്റെ അച്ഛനും അമ്മയും സന്തോഷത്തോടു കൂടി നിൽക്കുന്നു. എന്നാൽ എന്റെ വലതുവശത്ത് എന്റെ അച്ഛനും അമ്മയും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. കാരണം ഞാൻ ഇന്ന് അവരെ വിട്ടു പോകുമല്ലോ. ഞാൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്റെ അച്ഛൻ ആരാ ഷുഗർ ടാബ്ലറ്റ് കൊടുക്കുന്നത്? എന്റെ മുത്തശ്ശനെ ആരാ നോക്കുന്നത്? എന്റെ വീട്ടിലെ നായ്ക്കുട്ടിയെ ആരാ നോക്കുന്നത്? എന്റെ അമ്മയെ ആരാ സഹായിക്കുന്നത്? എനിക്ക് എന്റെ വീട്ടുകാരെ വിട്ടിട്ട് വരാൻ കഴിയില്ല. ഞാൻ നിന്റെ വീട്ടിലേക്ക് പുതിയ പെണ്ണായിട്ട് വരുന്നതിന് പകരം നീ എന്റെ വീട്ടിലേക്ക് പുതിയ പയ്യനായിട്ട് വരുവാനായിട്ടും പവി പറയുന്നു. പക്ഷേ ഇത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യമല്ലല്ലോ. സമൂഹത്തില് ചില കീഴ്വഴക്കങ്ങളൊക്കെ ഇല്ലേ? പെണ്ണ് കല്യാണം കഴിഞ്ഞ് പയ്യന്റെ വീട്ടിലേക്ക് തന്നെ പോകണം എന്നുള്ളതൊക്കെ. അതുകൊണ്ട് തന്നെ എല്ലാവരും പവിക്കെതിരായാണ് സംസാരിക്കുന്നത്. പവി, നമ്മുടെ പ്രണയം അത്രയേ ഉള്ളൂ നിനക്ക്? നമുക്ക് ഒരുമിച്ച് ജീവിക്കണ്ടേ എന്നൊക്കെ അലൻ ചോദിക്കുമ്പോഴും എനിക്ക് എന്റെ വീട്ടുകാരെ വിട്ടിട്ട് വരാൻ പറ്റില്ല എന്ന് തന്നെ പവി ഉറപ്പിച്ചു നിൽക്കുന്നു. പവി തന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. രണ്ട് വീട്ടുകാരും ചർച്ച ചെയ്യുകയാ. ആരും തന്നെ പവിയുടെ ആഗ്രഹത്തെ സപ്പോർട്ട് ചെയ്യുന്നതേയില്ല. പവിയെ അലന്റെ വീട്ടിലേക്ക് പോകുവാനായിട്ട് പവിയുടെ വീട്ടുകാർ നിർബന്ധിക്കുകയാണ്. എന്നാൽ അതൊന്നും പവി കേൾക്കുന്നതേയില്ല. പവിയെയും അലനെയും കുറിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയ മുഴുവൻ. പവിയെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, അലനെയും സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അവരെ കുറിച്ചുള്ള ചർച്ചകൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. വീട്ടുകാരും ചർച്ച നടത്തുകയാണ്. നമുക്ക് ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്താലോ? നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു നീതി നമ്മൾ തന്നെ നേടിയെടുക്കണമെന്നും പവി ചിന്തിക്കുന്നു. അങ്ങനെ പവിയാണെങ്കിലോ പറയുന്നതെല്ലാം സത്യമെന്നുള്ള ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുവാനായി പോവുകയാണ്. പവി പറയുന്നത് ഒരുപാട് വർഷങ്ങളായിട്ട് തുടർന്നു കൊണ്ടുവന്നിരിക്കുന്ന ആചാരമല്ലേ കല്യാണം കഴിഞ്ഞാൽ പെണ്ണ് പയ്യന്റെ വീട്ടിലേക്ക് പോവുക എന്നത്. നമ്മൾ നമ്മളുടെ വീട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ച്, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകണം. എന്താ, ഭർത്താവിന് പെണ്ണിന്റെ വീട്ടിൽ വന്ന് നിന്നൂടെ? അത് ഇവിടുത്തെ ആചാരമാണെന്നുള്ള രീതിയിലൊക്കെ പവി സംസാരിക്കുന്നു. പവി പറയുന്നത് കുറെയൊക്കെ തെറ്റാണെങ്കിലും പവി പറയുന്നതിൽ കുറെ ന്യായമൊക്കെ ഒരുപാട് പേർ കണ്ടുപിടിക്കുന്നുമുണ്ട്. അവൾ പറയുന്നതിലും കാര്യമില്ലെന്ന് ചിന്തിക്കുന്നവരും ഉണ്ടായിരുന്നു. പവിയെ സപ്പോർട്ട് ചെയ്യുന്നവരും ഒരുപാട് പേരുണ്ട്. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അലൻ, എന്തായാലും പ്രശ്നം ഇതുവരെയായി. പവി പറയുന്നതനുസരിച്ച് പവിയുടെ വീട്ടിലേക്ക് പോയി നിന്നാലോ എന്ന് അലൻ ചിന്തിക്കുന്നു. അവന് പവിക്കൊപ്പം ജീവിക്കണം. അതായിരുന്നു അലന്റെ ആഗ്രഹവും. അതുകൊണ്ട് തന്നെ പവിയുടെ വീട്ടിലേക്ക് പോകുവാനായിട്ടും അലൻ തീരുമാനിച്ചു. അങ്ങനെ പുതിയ പയ്യനായിട്ട് പവിയുടെ വീട്ടിലേക്ക് എത്തുകയാണ് അലൻ. അലൻ വീട്ടിലേക്ക് എത്തിയതും അവന് നല്ല രീതിക്കാണ് പവിയുടെ അച്ഛനും അമ്മയും നോക്കുന്നത്. അവനിപ്പോൾ ഒരു കൊതുകടിച്ചാൽ കൊതുകിനെ കൊല്ലാനുള്ള ഏർപ്പാടെല്ലാം ചെയ്യും. അവനിപ്പോൾ എന്താവശ്യമാണോ അവൻ ഇരിക്കുന്നിടത്ത് അതെല്ലാം എത്തും. അത്രയും നന്നായിട്ടാണ് പവിയുടെ അച്ഛനും അമ്മയും അലനെ നോക്കുന്നത്. ഇനി എന്തെന്നൊക്കെ പറഞ്ഞാലും പുതുമയൊക്കെ കുറച്ചുനാൾ കഴിയുമ്പോൾ അങ്ങ് മാറുമല്ലോ. അപ്പോൾ എല്ലാവർക്കും മടുക്കും. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. പവിക്ക് ഒരു ഘട്ടത്തിൽ നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടുന്നു. പവി ജോലിക്ക് പോവുകയാണ്. പക്ഷേ അലനാണെങ്കിലോ ജോലിയും കൂലിയും ഇല്ലാതെ വീട്ടിലിരിക്കുന്നു. അവന് വീടാകെ ബോറടിച്ചു തുടങ്ങി. അതുകൊണ്ട് തന്നെ അലൻ ജോലിക്ക് പോകുവാനായും തീരുമാനിക്കുന്നു. അവനാണെങ്കിൽ മുൻപേ ഒരു കമ്പനിയിൽ ജോലി നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കമ്പനിയിലേക്ക് പോകുവാൻ വേണ്ടിയിട്ടാണ് അലൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്നും പുറത്തു ചാടണം. അത് മാത്രമായിരുന്നു അലന്റെ ലക്ഷ്യം. അലൻ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചത് ഒരു ഫ്രോഡ് കമ്പനിയായിരുന്നു. അവർ അലനെ പറ്റിച്ചു. ആ ഒരു വിവരം അലൻ പവിയോട് പറയുകയാണ്. അതൊന്നും സാരമില്ല ബേബി, നീ ഒരു കാര്യം ചെയ്.
നീ വീട്ടിൽ തന്നെ ഇരുന്നോ, ഞാൻ ജോലിക്ക് പോവുകയല്ലേ, നീ എന്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ സഹായമൊക്കെ ചെയ്തു കൊടുത്താൽ മതിയെന്നും പവി അലനോട് പറയുന്നു. അങ്ങനെ അലനാണെങ്കിലോ പിന്നീട് അങ്ങോട്ട് വീട്ടിലുള്ള ചെറിയ ചെറിയ സഹായമൊക്കെ ചെയ്യുകയാ. അവിടെ മുതലാണ് പ്രശ്നം ആരംഭിക്കുന്നത്. വീട്ടിലൊരാൾക്ക് ജോലിയില്ലാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു വിലയും കാണില്ലല്ലോ. ആഹാരം കഴിച്ചുകൊണ്ട് വെറുതെ ഇരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പവിയുടെ അച്ഛനും അമ്മയും അലനെ ടോർച്ചർ ചെയ്യുകയാണ്. പവിയുടെ അച്ഛൻ അങ്ങനെ വലുതായിട്ടൊന്നും പെരുമാറില്ല, പക്ഷേ അമ്മ വലിയ ടോർച്ചർ ആയിരുന്നു. അമ്മയാണെങ്കിലോ ഒരു വില്ലത്തിയെ പോലെയാണ് പെരുമാറുന്നത്. ദേ അത് ചെയ്, ഇത് ചെയ്, കടയിൽ പോ, അത് പോയി വാങ്ങിക്കൊണ്ടു വാ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവനെ ടോർച്ചർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരു സമയം പോലും റെസ്റ്റ് എടുക്കാൻ സമ്മതിക്കുന്നതേയില്ല. സാധാരണ ഒരു വീട്ടില് വിവാഹം കഴിഞ്ഞ് മരുമകൾ വരുമ്പോൾ അമ്മായിയമ്മ എങ്ങനെയാണ് പെരുമാറുന്നത്, അതുപോലെ തന്നെയാണ് ദേ പവിയുടെ അമ്മ അലനോട് പെരുമാറുന്നതും. അലനെ വല്ലാതെ ടോർച്ചർ ചെയ്യുന്നു. ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ മരുമകളാണെങ്കിൽ തന്റെ അമ്മായിയമ്മ ഇങ്ങനെ ദ്രോഹിക്കുന്നു എന്നുള്ള കാര്യം മകൻ വരുമ്പോൾ പറയുമല്ലോ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ അലനാണെങ്കിൽ അമ്മയെക്കുറിച്ചുള്ള പരാതികളെല്ലാം പവിയോട് വന്ന് പറയുന്നു. അതുപോലെ തന്നെ പവിയുടെ അമ്മയും അലനെക്കുറിച്ചുള്ള കുറ്റങ്ങളെല്ലാം വന്ന് പവിയോട് പറയുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സഹിക്കാനാകാതെ പവി, നിങ്ങൾ രണ്ടുപേരും ഒതുങ്ങുന്നതാ നല്ലത്. നിങ്ങൾ രണ്ടുപേരും പ്രശ്നമെല്ലാം മറന്ന് നല്ല സഹകരിച്ച് മുന്നോട്ട് പോകുമെന്ന് രണ്ടുപേരോടും പറയുന്നുണ്ട്. പവിക്ക് ആകെ തലഭ്രാന്തെടുക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അലന്റെ അമ്മയാണെങ്കിൽ കുറെ നാളായിട്ട് അലനെ കാണാത്തത് കൊണ്ട് തന്റെ മകൻ എങ്ങനെയാ അവിടെ ജീവിക്കുന്നെന്ന് കാണാൻ വേണ്ടിയിട്ട് പവിയുടെ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ അമ്മ കാണുന്ന കാഴ്ച തന്റെ പ്രിയപ്പെട്ട മകൻ അവിടെ അടുക്കളയിൽ നിന്ന് പാത്രം കഴുകുന്നത്. അത് കണ്ട് അമ്മ ആകെ തകർന്നു പോകുന്നു. ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് പുതിയൊരു വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്തെല്ലാം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നു എന്നുള്ള കാര്യം കുറച്ച് ദിവസം കൊണ്ട് തന്നെ അലന് മനസ്സിലായി. അലന്റെ അവസ്ഥ കണ്ട് ആകെ തകർന്നിരിക്കുകയാണ് അമ്മ. അലൻ ആ വീട്ടിലെ അടുക്കളപ്പണി മുഴുവൻ ചെയ്യും, തുണി കഴുകും, തൂത്തുവാരും എല്ലാം ചെയ്യുന്നത് കേട്ട് അമ്മ വല്ലാതെ തകർന്നു പോവുകയാണ്. ഞാൻ ഇതിനു വേണ്ടിയിട്ടാണോ കഷ്ടപ്പെട്ട് നിന്നെ വളർത്തിയെന്നൊക്കെ അമ്മ ചോദിച്ച് കരയുന്നു. ഇനി ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, എന്റെ മകനെ എനിക്ക് എന്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരണമെന്നും അമ്മ തീരുമാനിക്കുന്നു. അങ്ങനെ അമ്മയാണെങ്കിലോ തനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതുപോലെ അഭിനയിക്കുകയാണ്. അമ്മയെ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകും. സത്യത്തിൽ അമ്മ അത് അഭിനയിച്ചതാണെന്നുള്ള കാര്യം പവിക്കും അറിയത്തില്ല, അലനും അറിയത്തില്ല. തന്റെ ഹെൽത്ത് കണ്ടീഷൻ മോശമാണെന്നുള്ള രീതിയിലൊക്കെ അഭിനയിച്ച് അലനോട് തന്റെ വീട്ടിലേക്ക് വരുവാനായിട്ടും അമ്മ പറയുന്നു. അമ്മയുടെ ആരോഗ്യം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പോയി നിൽക്കുവാനായിട്ടും അലൻ തീരുമാനിക്കുന്നു. അലനൊപ്പം പവിയും അവന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം പവിക്ക് ആ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യേണ്ടി വന്നു. വീട്ടിലെ ജോലി മാത്രമല്ല, ഓഫീസിലും പോകണം. എന്നാൽ ഓഫീസിലേക്ക് വരുന്നത് പവി വല്ലാതെ ലേറ്റായാണ്. വീട്ടിൽ ഒരുപാട് ജോലിയുള്ളത് കൊണ്ട് തന്നെയാണ് അവൾ ലേറ്റ് ആകുന്നതും. അത് കാരണം ഓഫീസിലും വല്ലാതെ പ്രശ്നമുണ്ടാകുന്നു. പവിക്കാണെങ്കിലോ വീട്ടിലെ ജോലികൾ ചെയ്ത് ചെയ്ത് മടുത്തു. ഇതുപോലെ തന്നെയാണല്ലോ തന്റെ വീട്ടിലും അലൻ ജോലി ചെയ്യുന്നതൊക്കെ പവി ചിന്തിക്കും. അങ്ങനെ ഇരിക്കെ പവിക്ക് തന്റെ ജോലി നഷ്ടമാവുകയാണ്. നിനക്ക് വീട്ടിലെ ജോലികളൊന്നും ചെയ്തു തീർത്തിട്ട് ജോലിക്ക് വരാൻ സമയമില്ലെങ്കിൽ നീ ഈ ജോലി ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞാണ് അവളെ ഓഫീസിൽ നിന്ന് പറഞ്ഞു വിട്ടത്. അതോടുകൂടി പവി ആകെ തകർന്നു പോവുകയാണ്. വാ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്ന് പവി അലനോട് പറയുമ്പോൾ അത് പറ്റില്ല, എന്റെ അമ്മയെ ഈ ഒരു അവസ്ഥയിൽ ഉപേക്ഷിച്ചിട്ട് എനിക്ക് വരാൻ കഴിയില്ല എന്ന് തന്നെയാണ് അലൻ പറയുന്നത്. പവിക്ക് അവിടുത്തെ ലൈഫ് ആകെ ബോറടിച്ചു തുടങ്ങി. എപ്പോഴും ജോലി 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 ചെയ്ത് അവൾക്ക് മടുത്തു. എന്നാൽ ഒരു ഘട്ടത്തിൽ അമ്മ പറഞ്ഞതെല്ലാം കള്ളമാണെന്നുള്ള കാര്യം പവിക്കും അലനും മനസ്സിലായി. തന്റെ മകനായ അലനെ വീട്ടിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് അമ്മ അങ്ങനെ അഭിനയിച്ചതെന്നും ഹാർട്ട് അറ്റാക്ക് ഒന്നും അമ്മയ്ക്ക് വന്നില്ല എന്നും രണ്ടാൾക്കും മനസ്സിലാകുന്നു. അമ്മ കള്ളമാണ് പറഞ്ഞതെന്ന് അറിഞ്ഞതോടുകൂടി പവിക്ക് ആകെ ദേഷ്യം. വാ അലൻ, ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്ന് തന്നെ പവി ഉറപ്പിച്ച് പറയുന്നു. അത് കേൾക്കുന്ന അലൻ, എന്റെ അമ്മ കള്ളം പറഞ്ഞത് എനിക്ക് വേണ്ടിയിട്ടല്ലേ, ഞാൻ അങ്ങനെ കഷ്ടപ്പെടുന്നത് കൊണ്ടല്ലേ അമ്മ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്, അതുകൊണ്ട് എനിക്കത് വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് രണ്ടുപേർക്കും ഇവിടെ നിൽക്കാം, നീ പോകണ്ട എന്ന് അലൻ തറപ്പിച്ച് പറയുന്നു. അതേ ചൊല്ലി രണ്ടുപേർക്കും ഇടയിൽ വലിയ പ്രശ്നമുണ്ടാവുകയാണ്. നമുക്ക് പിരിയാമെന്ന് തന്നെ അവർ രണ്ടുപേരും തീരുമാനിക്കും. അങ്ങനെ പവി തന്റെ വീട്ടിലേക്ക് പോകുന്നു. രണ്ട് കുടുംബക്കാർക്കുമിടയിലും വലിയ പ്രശ്നമാവുകയാണ്. ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് അലൻ ആകെ തകർന്നിരിക്കുകയാണ്. കാരണം അലന് പവിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്നാൽ അലന്റെ അവസ്ഥ കണ്ട് അച്ഛൻ അവനോട് പറയും, നീ എന്തായാലും അവളെ ഉപേക്ഷിക്കുവാനായി തീരുമാനിച്ചതല്ലേ, നിനക്ക് രണ്ടാമതൊരു കല്യാണം നടത്താം, നീ എത്ര നാളാ പെണ്ണൊന്നുമില്ലാതെ ജീവിക്കുന്നെന്ന് പറഞ്ഞ് അവന് വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കുന്നു. അച്ഛൻ പറയുന്നതെല്ലാം ഇതുവരെയായിട്ടും അലൻ അനുസരിച്ചിട്ടില്ലേ ഉള്ളൂ, ഈ ഒരു കാര്യവും അലൻ അനുസരിക്കുന്നു. അങ്ങനെ അലന്റെ രണ്ടാം വിവാഹം നടക്കുവാനായി പോവുകയാണ്. വിവാഹം നടക്കുന്ന മണ്ഡപത്തിലേക്ക് സങ്കടത്തോടു കൂടിയാണ് അലൻ എത്തുന്നത്. അലൻ ആ ഒരു വിവാഹത്തിൽ ഒട്ടും തന്നെ താല്പര്യമേയില്ല. അവന്റെ മനസ്സിൽ മുഴുവൻ പവി
തന്നെയായിരുന്നു. അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അവനിപ്പോൾ ഈ രണ്ടാം വിവാഹത്തിനും തയ്യാറായിരിക്കുന്നത്. അങ്ങനെ മണ്ഡപത്തിലേക്ക് വന്നിരിക്കുന്ന സമയം അവിടേക്ക് അലനു വേണ്ടിയിട്ട് കണ്ടുവച്ചിരുന്ന പെൺകുട്ടി വന്നിരിക്കുന്നു. അത് മറ്റാരുമല്ല, പവി തന്നെയാണ്. അവൻ വളരെ ഷോക്കാവുകയും തന്റെ അച്ഛനെ നോക്കുകയും ചെയ്തു. നീ എന്താ വിചാരിച്ചത്? നിനക്ക് ഇവളെ വിട്ടിട്ട് പോകാമെന്നോ? ഈ പെൺകുട്ടി ആദ്യമൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ പോകെ പോകെ എനിക്ക് അവളെ ഇഷ്ടമായി. അവൾ വന്നതിന് ശേഷമാണ് നീ ഒരു മനുഷ്യനായി ജീവിക്കാൻ തുടങ്ങിയത്. നീ വിവാഹം കഴിക്കുന്നതുവരെ നീ എങ്ങനെയാണ് നടന്നതെന്ന് നിനക്ക് വല്ല ഓർമ്മയുമുണ്ടോ? നിന്റെ സ്വന്തം ഇഷ്ടത്തിന് അടിച്ചു പൊളിച്ചല്ലേ നീ നടന്നത്. ഇവളെ കെട്ടിയതിനു ശേഷമാ നീ ഒന്ന് ഒതുങ്ങിയത്. ഇവൾ മതി നിന്റെ ജീവിതത്തിൽ. നിന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് പവി മാത്രമായിരിക്കുമെന്നും അച്ഛൻ പറയുന്നു. അങ്ങനെ അച്ഛന്റെ സമ്മതത്തോടു കൂടി പവിയെ വീണ്ടും അവൻ വിവാഹം കഴിക്കുകയാണ്. രണ്ടുപേർക്കും വീണ്ടും ഒരുപാട് സന്തോഷമാകുന്നു. അവർക്കിടയിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നിരിക്കുകയാണ്. രണ്ടുപേർക്കും അവരവരുടെ വീട്ടുകാരെ വിട്ടു നിൽക്കാൻ കഴിയില്ല. അതായിരുന്നല്ലോ അവർക്കിടയിലെ പ്രധാന പ്രശ്നം. ആ ഒരു പ്രശ്നത്തിന് ഇപ്പോൾ പരിഹാരം കണ്ടെത്തുകയാണ്. അവർ ഒരു വീടങ്ങ് വെച്ചു. എന്നിട്ട് ആ വീട്ടില് പവിയുടെ അച്ഛനെയും അമ്മയും കൊണ്ടുവന്നു. അലന്റെ അച്ഛനെയും അമ്മയും കൊണ്ടുവന്നു. എന്നിട്ട് അവർ ഒരു കുടുംബമായി കഴിയുവാനായും തുടങ്ങുകയാണ്. അതോടുകൂടി സിനിമയുടെ കഥയും അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.